എന്നാ നീ പോകുന്ന? അപ്പൊ 22 ദിവസം പോണോ? അതോ പോകുന്ന വെച്ചാ പിന്നെ 22-ാം തീയതി എടുക്കാന്ന് പറഞ്ഞു ടിക്കറ്റ്. 22-ന് എടുത്താൽ 23-ാം തീയതി 22-ന് അവിടെ എത്തുമല്ലോ. പിന്നെ 23-ാം തീയതി രാവിലെ റിഹേഴ്സലും കാര്യങ്ങളും കഴിഞ്ഞിട്ട് 24-നാണ് പ്രോഗ്രാം. 24-നാണല്ലോ പ്രോഗ്രാം. 24-ന് പ്രോഗ്രാം കഴിഞ്ഞിട്ട് 25-ാം തീയതി തിരിച്ചപ്പോൾ വേണമെങ്കിൽ എന്നോട് പറഞ്ഞ് തമിച്ചേട്ടൻ പറഞ്ഞ് ഒരു ദിവസം അവിടെ നിന്ന് മറ്റേ ബുർജ് ഖലീഫയൊക്കെ കാണാന്ന് പറഞ്ഞ്. 24-ാം തീയതി 22 അല്ല 24-ാം തീയതി തങ്കത്തിന്റെ പ്രോഗ്രാം ഉള്ളത്. അത് 24-ാം തീയതിയാണ്. അപ്പൊ എന്ത് അത് ഏട്ടൻ പറയണം. അതല്ലേ ആദ്യം വന്നത്. അപ്പൊ നിങ്ങൾക്ക് അത് ആലോചിച്ചിട്ട് പറയണ്ടായിരുന്നു. അത് ആദ്യമൊക്കെ വന്നു, പക്ഷെ അത് ഇവിടെ അല്ലേ ഏട്ടാ. തമ്പച്ചേട്ടൻ പറഞ്ഞ പരിപാടി അങ്ങ് ദുബായിലല്ലേ ഏട്ടാ. ഇനി എനിക്ക് ഇങ്ങനത്തെ ഒരു ചാൻസ് കിട്ടുമോ? ഈ ഡേറ്റ് ആദ്യം കേട്ടപ്പോ ഞാനും ഞെട്ടിപ്പോയായിരുന്നു. ഞാൻ തമ്പച്ചേട്ടൻ്റെ അടുത്തൊന്നും പറയാൻ നിന്നില്ല. നീ പറഞ്ഞു കഴിഞ്ഞാൽ ഇനി അവർ വേറെ ആളെ നോക്കിയാലോന്ന് വിചാരിച്ചിട്ട്. എനിക്കിനി അവിടെയൊക്കെ പോകാൻ പറ്റുമോ ഏട്ടാ? ചേച്ചിക്കാണെങ്കിൽ വേറെ ആരെങ്കിലും കിട്ടുമല്ലോ. ഇവരുടെ ഇവിടെ ഒരു ചെറിയൊരു പരിപാടിയല്ലേ. ഏട്ടനൊന്ന് പറഞ്ഞാൽ മതി. ഏട്ടൻ പറഞ്ഞ ചേച്ചി കേൾക്കും. അല്ല, ചേച്ചിക്ക് മനസ്സിലാവും. കാരണം ഇത്രയും വലിയൊരു ചാൻസ് അല്ലേ. പറയോ? അല്ലേട്ടാ ഇപ്പൊ പറയണ്ട, ടെൻഷൻ അടിക്കണ്ട. നാളെ അതിന്റെ ഏക്കം പോലെ പറഞ്ഞാ മതി. ഇപ്പിന്നെ പോയി പറയണ്ട. നീ എന്തുവാണ് ഈ പറയുന്നത് കനക? എല്ലാത്തിനും ന്യായം മാത്രം നോക്കി ചെയ്യണ നീയാണല്ലോ. ഇത് ന്യായമാണോ ഈ പറഞ്ഞ കാര്യം? മര്യാദയാണോ? വായിക്കാത്തത് ഉണ്ട കയറിയിരിക്കണോ നിനക്ക്? മര്യാദക്ക് പറയാൻ പാടില്ല, തെറ്റാന്ന്. അവളെങ്ങ് വിളിച്ചേ? അവളെങ്ങ് വിളിച്ചേ നീ? ലില്ലി, എന്താടി എന്ത് ഏറ്റ പരിപാടിക്ക് ഞാൻ അവർക്ക് ഒരു ഇത് ചെയ്തു, ഉപകാരം ചെയ്തു കൊടുത്തതാ. എല്ലാം അവിടെ എല്ലാം റെഡിയാക്കി അവരോടെല്ലാം കാര്യം പറഞ്ഞു കഴിഞ്ഞപ്പോ ഇപ്പൊ അവർക്ക് ഗൾഫിലോട്ട് പോണോന്ന് ആ ഡേറ്റിന്. ക്ലീറ്റോ ചേട്ടാ, 24-ാം തീയതി ചേച്ചി എന്നോട് ഒരു പരിപാടി പറഞ്ഞു, ഡാൻസ് പ്രോഗ്രാം. അപ്പൊ അത് ഞാൻ ഏറ്റതാണ്. അപ്പോഴാണ് പിന്നെ തമ്പിച്ചേട്ടൻ വന്നിട്ട് പറഞ്ഞ് 24-ാം തീയതി ദുബായിൽ ഒരു പ്രോഗ്രാം. അത് ഈ നമ്മുടെ തിരുവനന്തപുരത്തുള്ള അസോസിയേഷന്റെ പ്രോഗ്രാം. അത് 24 ഒരേ ഡേറ്റാ. അപ്പൊ 22-ന് പോണം, 23-ന് റിഹേഴ്സൽ, 24-ന് പ്രോഗ്രാം കഴിഞ്ഞിട്ട് വേണമെങ്കിൽ 25 അവിടെ നിന്ന് കുറച്ച് സ്ഥലങ്ങളൊക്കെ കാണാൻ. അപ്പൊ അത് വേണ്ട ഏട്ടനൊക്കെ ഇപ്പൊ എനിക്ക് പറ്റത്തില്ല. നിങ്ങൾ 22-ാം തീയതിയോ 23-ാം തീയതിയോ 28-ാം തീയതി അവിടെ സ്ഥലം കാണോ, എന്ത് വേണമെങ്കിലും ചെയ്തോ ലില്ലി. 24-ാം തീയതി പഞ്ചായത്തിന്റെ പരിപാടിക്ക് വന്നേ പറ്റുള്ളൂ. ഒരു ന്യായം പറയണ്ട, വേണ്ട ഒരു കാര്യം പറയണ്ട. ഇതിപ്പോ നമ്മളെ പഞ്ചായത്തിന്റെ പരിപാടിയാണ്. ഇതങ്ങ് ദൂരെ നടക്കുന്ന പരിപാടി. ഒരു 2 ദിവസം കൊണ്ട് മാറ്റി. ഈ തമ്പിയണ്ണനൊക്കെ ഇവിടെ താമസിക്കാൻ വന്നില്ലായിരുന്നെങ്കിൽ ഈ പറഞ്ഞ പരിപാടി ഒന്നും കാണൂലായിരുന്നല്ലോ. ചേച്ചി ഒരാള് ഒരു അങ്ങനെയൊക്കെയല്ലേ ചേച്ചി നിമിത്തം വരുന്നത്. എടി നിമിത്തമൊക്കെ ആയിരിക്കും. ഇനിയും അതൊക്കെ സംഭവിക്കും. നിനക്ക് കഴിവൊക്കെ അങ്ങനെ ഇത്രയും നാളായിട്ട് എനിക്ക് അങ്ങനെ സംഭവിച്ചിട്ടില്ല. പ്രവാസികൾക്ക് ഇവരുടെ ഒരു ഡാൻസ് കാണാൻ ഒരു ഭാഗ്യം ഉണ്ടാവണതല്ലേ നമ്മളെ നാട്ടിലുള്ള. പിന്നെ നാട്ടുകാരോട് ഞാൻ എന്ത് സമാധാനം പറയും? അടുത്ത പരിപാടിക്ക് ഞാൻ വേണ്ട, അടുത്ത പരിപാടിക്ക് നീ വരണ്ട. നീ ഏതെങ്കിലും അമേരിക്കയിലോട്ട് എങ്ങോട്ടെങ്കിലും പോ. എനിക്ക് 24-ാം തീയതി നീ അവിടെ വന്നേ. ഇവിടുത്തെ പരിപാടി 1-2 ദിവസം കൂടെ മാറ്റി പോയി. എങ്ങനെ മാറ്റി വെക്കാൻ? എന്താ പഞ്ചായത്തിന്റെ പരിപാടിക്ക് ഒരു വിലയില്ലേ? നിങ്ങൾക്ക് മറ്റേ ഗൾഫിൽ പോകുന്നതിന് മാത്രമാണ് വലിയ കാര്യം. ദുബായിലൊക്കെ പോവാന്ന് പറഞ്ഞൊരു ഭാഗ്യമല്ലേ ചേച്ചി? സന്തോഷിക്കുമെന്നാ ഞാൻ കരുതിയത്. എനിക്ക് സന്തോഷത്തിനൊന്നും കുഴപ്പമില്ല. പക്ഷെ ഈ പറഞ്ഞു പറ്റിക്കുന്ന പരിപാടി നടക്കൂല. തങ്കം മെമ്പറായിരിക്കണത്തോളം കാലം ഞാൻ പറഞ്ഞ വാക്കിന് ഇവിടെ വേറെ ആരെങ്കിലും കിട്ടൂലേ നിങ്ങൾക്ക്? വേറെ ആരെങ്കിലും കിട്ടുമെന്ന് നിനക്ക് അന്നേരം പറയാം. അപ്പൊ ഒന്നും ഇല്ലാത്ത സമയത്ത് നിനക്ക് പരിപാടി വേണം.